ഹായ്. അപ്പം ഞാനും നിച്ചും കൂടെ ഇന്ന് നെസ്റ്റോലാട്ടോ പോണത്. നിബുവിനെ കുറേ വിളിച്ചു പോരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും നിച്ചും കൂടെ അങ്ങനെ പോവുകയാണ്. അപ്പം ഇക്കറിഞ്ഞു ഇക്കയുടെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിനാട്ടോ പെരിന്തൽമണ്ണക്ക് പോണത്. അങ്ങനെ ഇക്കാൻ്റെ ഷോപ്പിൽ കുറേ നേരം പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇക്കും ഞാനും നിച്ചും കൂടെ നെസ്റ്റോയിൽ വന്നതാട്ടോ. അപ്പം ഇക്കാറിന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുക, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് അത് നല്ലത് നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. നിശ്ചിതൊക്കെ ഉപ്പച്ചിനെ സഹായിക്കണു. അങ്ങനെ ഒരു ന്യൂട്ടെല്ലിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. നീബു പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ന്യൂട്ടെല്ല എടുക്കൊണ്ട് കേട്ടോ. ഓനക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓന് ലിസ്റ്റാക്കി തന്നിക്കാണ്ടാണ് ഓൻ പോരാതെ തന്നിക്കണത്. ന്യൂട്ടെല്ലയും നൂഡിൽസും ഒക്കെ ഓൻ പറഞ്ഞത് തന്നെയായിരുന്നു. അപ്പോൾ നിച്ചു പറഞ്ഞ സ്കൂൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ ഇന്ന് സ്ട്രോബെറി എടുക്കുക ഇറങ്ങണം. അങ്ങനെ ഒരു പെട്ടി സ്ട്രോബെറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ ചോദിച്ചു ഡോണറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഓക്ക് അതൊന്നും വേണ്ടായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, കുറേ ആയിട്ട് മധുരത്തിനോട് ഓക്ക് ഭയങ്കര താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഡോണറ്റ്, പിന്നെ ഞാൻ എടുത്തില്ല. അപ്പം നിബുവിന് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ചെറിയ മധുരം കാര്യങ്ങളൊക്കെ നിബുവിന് ഇഷ്ടമാണ്. അപ്പം നിബുവിന് വേണ്ടിയാണ് അതൊക്കെ എടുക്കണത്. അങ്ങനെ ഒരു അച്ചാറിൻ്റെ ബോട്ടിലും അതും എടുത്തു. പലതരം അച്ചാറുകളുണ്ട് കേട്ടോ. അച്ചാറുകൾ ഇങ്ങനെ കണ്ടിട്ട് എല്ലാം എടുക്കാൻ തോന്നും. അപ്പം നിച്ചു പറയും ഉമ്മച്ചിനെ കൊണ്ട് തോറ്റു, ഉമ്മച്ചി എവിടെ പോയാലും അച്ചാർ കണ്ടാൽ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് നിച്ചു പറയണത്. അപ്പം ഇക്കാനെ അതിൻ്റെ ഇടയിൽ നോക്കിയിട്ട് കാണില്ല കേട്ടോ. അപ്പോൾ ഇക്കതാക്കണു ഫുഡ് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയതാട്ടോ. ഞാൻ അവിടെ ഇടയിലൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തിരഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ബ്രോസ്റ്റ് അവിടെ ഓർഡർ ചെയ്തിക്കാണ്ട് ഇനി ബാക്കിയുള്ള സാധനം വാങ്ങാൻ ഇറങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റൊക്കെ ആവും അത് ആവാൻ വേണ്ടി, റെഡി ആവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ നിച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നെഗഡ്സ് വാങ്ങല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നെഗഡ്സ് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എപ്പോഴും നെഗഡ്സ് കഴിക്കാൻ പറ്റൂല, നെഗഡ്സ് വേണ്ട, അതവിടെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നെസ്റ്റോയിൽ. കാരണം ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ കുറേ ആൾക്കാരൊന്നും ഇല്ല. അത് കണ്ടില്ലേ, കാലിയായിട്ടാണ് കിടക്കണത്. ഞങ്ങൾക്ക് ഒരു തിരക്കില്ലാതെ ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു കേട്ടെന്ന്. പിന്നെ ഐസ്ക്രീം നീച്ചു എടുക്കാനൊക്കെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഐസ്ക്രീം കണ്ടാൽ ഞാനും കഴിക്കും, എൻ്റെ ജലദോഷവും പനികൾ മാറി വരുന്നുള്ളൂ, അല്ല ചുമക്കെ ഉണ്ടായിരുന്നു, സൗണ്ടൊക്കെ പോയിനല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് അടുത്ത വരവിൽ വാങ്ങാമെന്നും പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പത്തിന് നമ്മളെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പറഞ്ഞിട്ടായിരുന്നു ഒരു പറഞ്ഞു കേട്ടോ. അപ്പം അത് പോയിക്കാണ്ടിക്ക വാങ്ങിയിട്ട് വന്നു. പിന്നെ കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം പോന്നു. നിബുവിനെ കൊണ്ടുപോകാതെ പോയതല്ലേനോ, അപ്പോൾ ഓനൊറ്റക്കല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.